ഹലോ എവറിബഡി, വെൽക്കം ടു ടോക്ക് ടു വയലറ്റ് പ്രിൻസസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ടാറ്റു ലവ് സ്റ്റോറിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടാറ്റു ഒരു വയലറ്റ് കളറിലെ ഒരു ലാവൻഡറിൻ്റെ ടാറ്റു ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, എൻ്റെ പേര് പോലെ തന്നെ എനിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ വയലറ്റ് പ്രാന്ത്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നൊക്കെ ഒരു ഹൈലൈറ്റ്സ് വരെയുണ്ട് വയലറ്റിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടാറ്റു ഞാൻ ലാവൻഡർ ഫ്ലവേഴ്സ് ഞാൻ കുത്താൻ വേണ്ടിയിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല. ലാവൻഡർ ആക്ച്വലി ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് വന്നത്. എൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വയലറ്റ് ആയതുകൊണ്ടായിരുന്നു ഇഷ്ടം. പക്ഷേ ഒരു കോയിൻസിഡൻസ് പറഞ്ഞത് ലാവൻഡർ എൻ്റെ സോഡിയാക് സൈൻ ജെമിനിയുടെ തന്നെ ഫ്ലവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഒരു പീസ്, ഒരു എലഗൻസ്, റോയാലിറ്റി ആ കളറുള്ളത് കൊണ്ട് തന്നെ, അല്ലാതൊരു ഫ്ലവർ ആയതുകൊണ്ട് ഒരു ഗ്രേസ് അല്ലെങ്കിൽ ഒരു ട്രാങ്ക്വിലിറ്റി, ഗ്രേസ്, അതിനൊക്കെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു വയലറ്റ് ടാറ്റു ഞാൻ അടിക്കുന്നത്. അത് ഞാൻ ഒരു 1.5 വർഷം മുന്നേ ബാംഗ്ലൂരായിരുന്നപ്പോഴാണ് ഞാൻ ടാറ്റു പോയി അടിക്കുന്നത്. ബോഡി ആർട്സ് എന്ന് പറഞ്ഞൊരു ടാറ്റു സ്റ്റുഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നത്. ഒരു മിലൻ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു എനിക്കന്ന് ടാറ്റു അടിച്ചു തന്നത്. സെക്കൻഡ് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് വിഷ് ആയിരുന്നു എൻ്റെ ഡെൽറ്റോയിൻ്റെ അവിടെ എനിക്കൊരു വലിയ ടാറ്റു അത്യാവശ്യം അടിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ടാറ്റു അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കഥയാണ് കേട്ടോ ഇന്നത്തെ. അമേരിക്കയിലേക്ക് ചേക്കേറുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടാറ്റു അടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ അടൂരിൽ നിന്ന് ഒരു ബസ്സും കയറി ഞാൻ ഇങ്ങ് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ തന്നെയുള്ള എൻ്റെ ഒരു ബെൽറ്റിനെയും കൂട്ടി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഡീപ്പിംഗ് ടാറ്റു സ്റ്റുഡിയോയിലാണ് കേട്ടോ. അതായത് ഫേസ് പെയിൻറ്റിങ്സിലൊക്കെ അടിപൊളിയായിട്ട് ടാറ്റു ചെയ്യുന്ന കുൽദീപ് കൃഷ്ണയുടെ ഡീപ്പിംഗ് ടാറ്റൂസ്. ഇവർക്ക് ആക്ച്വലി പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ കിഡിലൻ ആർട്ടിസ്റ്റിക് വർക്കും കണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡായി. എനിക്ക് എൻ്റെ ടാറ്റു കസ്റ്റമൈസ് ചെയ്തു തന്നത് പ്രവീൺ ബ്രോയാണ്. പ്രവീൺ ബ്രോ ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല കിടിലനാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് വേണ്ടി വളരെയധികം ക്ഷമയോടെ ഇരുന്ന് എൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തന്നത് പുള്ളിയാണ്. എൻ്റെ ഡിസൈൻ ഞാൻ ഒരു ബൊഹീമിയൻ സൺ മൂൺ സിംബലൈസ് ചെയ്യുന്ന ഒരു ടാറ്റു ആണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ മീനിങ് ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സും ക്ലയൻസും ഉള്ളൊരു ടാറ്റു സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനൊരു വർക്കിംഗ് ഡേ നോക്കിയാണ് കേട്ടോ അപ്പോയിൻമെൻറ്റ് എടുത്തത്. നേരത്തെ കൂടി തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ പോകാൻ. ഞാനിവിടെ വന്നതിന് ശേഷം ഒരു 1 ഹവറെങ്കിലും എടുക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഏത് ഡിസൈനാണ് എങ്ങനെയാണെന്നൊക്കെ അനുസരിച്ച് അതിൻ്റെ ഒരു വിഡ്ത്തും അതിൻ്റെ ഒരു ഡിസൈനും ഒക്കെ അനുസരിച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ അതോ ലൈറ്റ് ഡിസൈൻ ആണോ, എന്തായാലും കുറച്ച് സമയം എടുത്തിട്ട് തന്നെയായിരിക്കും നമുക്കവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഒരു ഡേ ചൂസ് ചെയ്യാനും അപ്പോയിൻമെൻറ്റ് എടുക്കാനും വരാനും ഒക്കെയോ. അങ്ങനെ നീണ്ട നേരത്തെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡായി. അങ്ങനെയാണ് ഇവിടെ വന്ന് എൻ്റെ ഡിസൈനൊക്കെ വെച്ച് എവിടെയാണ് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. കുൽദീപ് ബ്രോ ആണ് കേട്ടോ ഇത്. കുൽദീപ് ബ്രോയും വന്ന് സീനിയർ ആയതുകൊണ്ട് തന്നെ പുള്ളിയും കുറച്ചൊരു എവിടെയാണെന്ന് പൊസിഷനൊക്കെ മാർക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും. എന്നിട്ട് മാത്രമേ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫിക്സ് ചെയ്യത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഡിസൈൻ ദാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ പ്രിൻ്റൊക്കെ എടുത്ത് പുള്ളി എത്ര വേണം, അതിൻ്റെ ഒരു എത്ര വലുതായിരിക്കണം എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കും, വെച്ച് തരും, ഇങ്ങനെ മതിയോ എന്നൊക്കെ കുറേ വട്ടം ഒന്നുകൂടെ അഷ്വർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം അറിയാമല്ലോ, ടാറ്റു എന്ന് പറയുമ്പോൾ ഒരു പെർമനൻറ്റ് മാർക്കാണ്. അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ വളരെയധികം നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാൻ വരെ പോകാവൂ. ഞാൻ ആക്ച്വലി എൻ്റെ ഈ ഒരു ടാറ്റു ഭയങ്കര സ്മോളായിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു മൈൻഡിൽ, എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ വെച്ച്. പക്ഷേ പുള്ളി തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കുറച്ച് വലുതായിട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫേസൊക്കെ വരുന്നുണ്ട് എൻ്റെ ഈ ഡിസൈനിൽ. അപ്പോൾ ആ ഫേസൊക്കെ ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആവാനും കാലക്രമേണ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ഡിഫൈനായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലുതായിട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരിക്കും നല്ലത്. പിന്നെ നമുക്കതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടോ പിന്നെ മാറ്റണം എന്ന് വിചാരിച്ചാലോ നടക്കാത്തത് കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക എന്ന് സജസ്റ്റ് ചെയ്തത് പ്രവീൺ ബ്രോ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടാറ്റു ബാംഗ്ലൂർ വെച്ച് ചെയ്യുമ്പോൾ അതെനിക്കൊരു ട്രയൽ ആൻഡ് എറർ എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ടാറ്റു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റോയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഒന്ന് ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പാളിപ്പോയാലോ, എനിക്കിങ്ങനെ ഒരു ഇങ്ക് കയറുന്നതോ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ചെറിയ ടാറ്റു ആദ്യം ചെയ്തത് തന്നെ. പക്ഷേ അതും എനിക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി സക്സസ് എന്ന് പറയാൻ കുറച്ച് ഫ്ലോപ്പായിരുന്നു. ബിക്കോസ് എൻ്റെ സ്കിൻ ടോൺ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ ടാറ്റൂസ് അത്രയധികം ഫീസിബിൾ അല്ല. അത് പക്ഷേ വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ആ കളർ ഒരു ഇത് കാണില്ല എന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ബാംഗ്ലൂരിലുള്ള ടാറ്റു സ്റ്റുഡിയോയിൽ അവർ എനിക്കത് പറഞ്ഞു തന്നതും കൺവേ ചെയ്തതും ഒന്നുമില്ല. പക്ഷേ ഇവിടെ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് തന്നെ ഇവർ
ഇവിടെ വരുന്ന ഒരു കസ്റ്റമറിനോ ക്ലയൻറ്റിനെ അവർ 100% അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ നല്ലതിന് എന്ന് വെച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി പറഞ്ഞു തന്ന് ചെയ്യുന്നതിന് മുൻപും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ എല്ലാ കെയറും ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇവരിൽ ഏറ്റവും കൂടുതൽ കണ്ടൊരു പോസിറ്റിവിറ്റി. ഇത് ചേട്ടൻ ചെയ്തിട്ടുള്ളതോ ബാക്കിയുള്ള ടാറ്റു ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. എന്തൊരു ഡീറ്റെയിലിംഗ് ആണ്, എന്തൊരു പെർഫെക്ഷനാണ് ഈ ഒരു വർക്ക്സ് എന്നൊക്കെ കണ്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. പ്രവീൺ ബ്രോ ഭയങ്കര പാവത്താനായിട്ടൊരു പുള്ളിയായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷമയോടെ എത്ര നേരമാണ് നിന്ന് എനിക്ക് വേണ്ടി ഇത് ചെയ്തിരുന്നത്. എനിക്കും ടാറ്റു ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പെയിനൊന്നും എടുത്തിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നിനക്ക് പെയിനൊന്നുമില്ലേ? ആക്ച്വലി ഞാനൊരു സൂചി ലവറാണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഒരു ഒബ്സഷൻ ഉണ്ടെന്ന് തന്നെ റീസെൻ്റ്ലിയാണ് ഞാൻ അറിയുന്നത്. പണ്ടൊക്കെ നമുക്ക് സൂചി കുത്തുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വാ പൊട്ടി കരയുന്ന ഒരു കുഞ്ഞു പ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് മെഡിക്കോ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് ഇഞ്ചക്ഷൻ വെക്കുമ്പോഴോ പനി വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ ഒന്നും ഞാൻ അങ്ങനെ ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് കരയുക അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ആ ഒരു പെയിനിൽ തന്നെ ഒരു സുഖം ഞാൻ കണ്ടെത്താറുണ്ടായിരുന്നു. അത് സൈക്കോപാത്ത് ആണോ ഞാനെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തോ എനിക്ക് സൂചി കുത്തുന്നതിൽ അത്ര വലിയൊരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടാറ്റൂവിനായാലും കുറച്ചൊരു പെയിൻ ഉണ്ടായിരുന്നു. ബിക്കോസ് അതിനകത്ത് ഷെയ്ഡിങ് കുറച്ച് കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പെയിൻ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അതോ അവരുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അത്രയില്ല കേട്ടോ. അവിടെയും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ആയിരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. കാരണം പുള്ളി ഭയങ്കര കെയറിങ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ ഇത് ചെയ്തത്. ഓൾമോസ്റ്റ് എൻ്റെ ടാറ്റു അടിപൊളിയായിട്ട് ഫിനിഷായി വരുന്നുണ്ട്. പുള്ളി ഫുഡ് പോലും കഴിക്കാതെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു 6 അവേഴ്സോളം നിന്ന് തന്നെയാണ് എൻ്റെ ഈ ഒരു ടാറ്റു ഫിനിഷ് ചെയ്തത്. എൻ്റെ ഈ ഒരു സൺ മൂൺ ടാറ്റു സിംബലൈസ് ചെയ്യുന്നത് ഹാർമണി ഓഫ് ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ. ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്, മാസ്കുലാനിറ്റി ആൻഡ് ഫെമിനിറ്റി ഓർ ലൈഫ് ആൻഡ് ഡെത്ത്, റെപ്രസെൻറ്റിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഓപ്പോസിങ് ഫോഴ്സസ് എന്നാണ് നമുക്ക് മീനിങ്. അതായത് സണ്ണും മൂണും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സസ് അല്ലേ, അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസ് എന്നുള്ളൊരു മീനിങ് ആണത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു ബൊഹീമിയൻ സ്റ്റൈലും കൂടെ കയറ്റി കുറച്ച് ഫ്ലോറൽ ഡിസൈനും ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കിടിലനായിട്ട് ഫേസ് വരണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് പുള്ളി ഭയങ്കര രസമായിട്ട് ചെയ്തു തന്നു. ഒരു ക്യൂട്ട് ആൻഡ് ഭയങ്കര ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ശിവൻ്റെ ഫാനാണ് ഞാൻ. എനിക്ക് ശിവൻ്റെ ഒരു ടാറ്റു ചെയ്യണം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നമ്മൾ പല പല കൺട്രീസിൽ ട്രാവൽ ചെയ്യുമോ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ടാറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും റിലീജിയസ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ടാറ്റുവിൽ അത് ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ആ ഫേസ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു ശിവൻ്റെ ആ ഒരു ഫേസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി എൻ്റെ ടാറ്റു അടിപൊളിയായിട്ട് വന്നു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിൽ. എനിക്ക് റീഇങ്ക് ചെയ്യാൻ 1 മന്ത് കഴിഞ്ഞ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റത്തില്ല, ബിക്കോസ് ഞാൻ പോവാണ്, ട്രാവലാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല, പിന്നെ എപ്പോഴാണെങ്കിലും വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ അവർ ആഫ്റ്റർ കെയർ ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. ബോറോളിൻ്റെ ആയുർവേദത്തിൻ്റെ ക്രീം തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കെമിക്കൽസ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല, മോയ്സ്ചറൈസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു 2 മന്ത്സിലേക്ക് അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്, നല്ല രീതിയിൽ ആഫ്റ്റർ കെയർ ചെയ്യണം, തൊലിയൊന്നും വലിച്ചിളക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. എൻ്റെ ടോട്ടൽ ടാറ്റുവിന് 8,000 റുപ്പീസാണ് കേട്ടോ ആയത്. കംപ്ലീറ്റ്ലി മൊത്തത്തിൽ 8,000 റുപ്പീസാണ് ആയത്. ആക്ച്വലി ആ ഒരു പ്രൈസ് റേഞ്ചിന് ഭയങ്കര കംപ്ലീറ്റ്ലി വർത്ത് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.